ഹമാസ് തലവൻ ഇസ്മായിൽ ഹനിയ ഇറാനിൽ കൊല്ലപ്പെട്ട സംഭവത്തിൽ ഇസ്രയേലിന് മുന്നറിയിപ്പുമായി അമേരിക്ക. ഇസ്രയേൽ കൈയടക്കി വച്ചിരിക്കുന്ന പലസ്തീൻ അധിനിവേശ പ്രദേശങ്ങളെ ഇറാൻ ലക്ഷ്യം വയ്ക്കാൻ സാധ്യതയുണ്ടെന്നാണ് അമേരിക്കയുടെ മുന്നറിയിപ്പ്. മാത്രമല്ല, ഇസ്രയേലിനെതിരെ വലിയ ആക്രമണം നടത്താനുള്ള ശേഷിയുണ്ടെന്ന് ഇറാൻ ഇതിനകം തെളിയിച്ചതാണെന്നും വൈറ്റ് ഹൗസ് ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് ജോൺ കിർബി പറഞ്ഞു. ഏപ്രിൽ 13-ന് അധിനിവേശ പ്രദേശങ്ങൾക്കെതിരെ ഇസ്ലാമിക് റിപ്പബ്ലിക് നടത്തിയ ഓപ്പറേഷൻ ട്രൂ പ്രോമിസിനെ ഉദ്ദേശിച്ചായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രസ്താവന. ഇറാന്റെ ഇസ്ലാമിക് റെവല്യൂഷൻ ഗാർഡ്സ് കോർപ്സിന്റെ ഭാഗമായ ഖുദ്സ് ഫോഴ്സിന്റെ 2 ജനറൽമാരെയും അവരുടെ കൂട്ടാളികളെയും 4 മാസം മുമ്പ് സിറിയൻ തലസ്ഥാനമായ ദമാസ്കസിൽ വെച്ച് ഇസ്രയേൽ വധിച്ചിരുന്നു. ഇതിന് മറുപടിയായി 300-ലധികം ഡ്രോണുകളും മിസൈലുകളും ഉപയോഗിച്ച് ഇറാൻ ഇസ്രയേലിനെതിരെ വ്യോമാക്രമണം നടത്തിയിരുന്നു. ഹമാസ് തലവനായ ഹനിയെ ഇറാൻ മണ്ണിൽ കൊല്ലപ്പെട്ടതോടെ ഇസ്രയേലിന് ശക്തമായ തിരിച്ചടി നൽകുമെന്നും പ്രതിരോധ നേതാവിൻ്റെ രക്തത്തിന് പ്രതികാരം ചെയ്യേണ്ടത് ഇസ്ലാമിക് റിപ്പബ്ലിക്കിൻ്റെ കടമയാണെന്നും ഇറാന്റെ പരമോന്നത നേതാവായ ആയത്തൊള്ള ഖമേനി മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. പരമോന്നത നേതാവിൻ്റെ പ്രഖ്യാപനത്തെ US ഗൗരവമായി കാണുമെന്നും സഖ്യകക്ഷികളുടെയും തങ്ങളുടെയും പ്രതിരോധം ഉറപ്പുവരുത്തുമെന്നും കിർബി കൂട്ടിച്ചേർത്തു. ഇറാന് പുറമെ ലെബനനിലെ ബെയ്റൂട്ട് ആക്രമണത്തിൽ കൊല്ലപ്പെട്ട ഹിസ്ബുള്ളയുടെ മുതിർന്ന മിലിറ്ററി കമാൻഡറായ ഷുക്കിൻ്റെ മരണത്തിന് പകരം വീട്ടുമെന്ന് ഹിസ്ബുള്ളയും പ്രഖ്യാപിച്ച് മണിക്കൂറുകൾക്കകം വൻ ആക്രമണവും നടത്തിയിട്ടുണ്ട്. ഇസ്രയേൽ എല്ലാ നിയന്ത്രണ രേഖകളും ലംഘിച്ചെന്നും ഇനി പ്രതികാര നടപടികളിലേക്ക് കടക്കുകയാണെന്നുമാണ് ഹിസ്ബുള്ള സെക്രട്ടറി ജനറൽ സയ്യിദ് ഹസൻ നസ്രുള്ള പറഞ്ഞത്. പ്രദേശത്തെ സംഘർഷ സാധ്യത കണക്കിലെടുത്ത് ടെൽ അവീവിലെ ബെൻ ഗുറിയോൺ വിമാനത്താവളത്തിലെ 18 ഫ്ലൈറ്റുകൾ റദ്ദാക്കിയിട്ടുണ്ട്. എയർ ഇന്ത്യയും ടെൽ അവീവിലേക്കുള്ള സർവീസുകൾ നിർത്തിവെച്ചു. ഇറാനും ഹമാസും ഹിസ്ബുള്ളയും ഇസ്രയേലിനെ ആക്രമിക്കാനുള്ള സാധ്യതകൾ കണക്കിലെടുത്താണ് തീരുമാനം. ലോകം ഞെട്ടലോടെയാണ് ഹമാസ് മേധാവി ഇസ്മായിൽ ഹനിയയുടെ കൊലപാതക വാർത്ത കേട്ടത്. ഇസ്രയേൽ ചാരസംഘടന മൊസാദാണെന്ന റിപ്പോർട്ടുകളും പുറത്തുവന്നു. ഇസ്രയേൽ ഇക്കാര്യം സ്ഥിരീകരിച്ചില്ലെങ്കിലും നിഷേധിച്ചിട്ടില്ലെന്നതും ശ്രദ്ധേയം. മൊസാദ് ദീർഘനാളായി നടത്തിയ പഴുതടച്ച ആസൂത്രണമാണ് ഹനിയയുടെ ജീവനെടുത്തതെന്നും റിപ്പോർട്ടുകൾ വന്നു. ഇറാനിൽ വെച്ചാണ് ഹനിയ കൊല്ലപ്പെട്ടത്. വടക്കൻ ടെഹ്റാനിൽ ഒരു ഗസ്റ്റ് ഹൗസിലാണ് ഹനിയ താമസിച്ചിരുന്നത്. ഈ ഗസ്റ്റ് ഹൗസിൽ ഏകദേശം 2 മാസം മുൻപേ നിർമ്മിത ബുദ്ധിയിൽ പ്രവർത്തിക്കുന്ന ബോംബ് സ്ഥാപിച്ചെന്നാണ് ന്യൂയോർക്ക് ടൈംസിന്റെ റിപ്പോർട്ടിൽ പറയുന്നത്. ടെഹ്റാൻ സന്ദർശന വേളയിൽ ഹനിയ പതിവായി തങ്ങിയിരുന്നത് ഈ ഗസ്റ്റ് ഹൗസിലായിരുന്നു. ഈ മുറി മനസ്സിലാക്കിയ മൊസാദിന്റെ ചാരന്മാർ ബോംബ് സ്ഥാപിക്കുകയായിരുന്നു. ഹനിയയും സുരക്ഷാഭടനും മാത്രമുള്ള സമയം മനസ്സിലാക്കി റിമോട്ട് കൺട്രോൾ ഉപയോഗിച്ച് സ്ഫോടനം നടത്തുകയായിരുന്നുവെന്നും റിപ്പോർട്ടിൽ പറയുന്നു. അതിസുരക്ഷയുണ്ടായിരുന്ന ഇവിടെ ചാരന്മാർ എങ്ങനെ അതിക്രമിച്ചു കയറി? ഈ ചോദ്യമാണ് അമ്പരപ്പിക്കുന്നത്. ഇറാനിയൻ റവല്യൂഷണറി ഗാർഡ്സിന്റെ നേരിട്ടുള്ള നിയന്ത്രണത്തിലുള്ള മേഖലയിലാണ് ഗസ്റ്റ് ഹൗസ് സ്ഥിതി ചെയ്യുന്നത്. സ്വന്തം മണ്ണിൽ ഇസ്രയേൽ നടത്തിയ സ്ഫോടനം ഇറാന് കനത്ത തിരിച്ചടിയും നാണക്കേടുമായി മാറി. രഹസ്യ യോഗങ്ങളൊക്കെ ഇവിടെ വെച്ചാണ് നടന്നിരുന്നത്. VIP അതിഥികൾ പതിവായി തങ്ങുന്ന സ്ഥലവുമാണിത്. പരമോന്നത നേതാവ് ആയത്തുള്ള ഖമേനിയോടും ഇറാനിലെ രാഷ്ട്രീയ നേതൃത്വത്തോടും വിയോജിപ്പുള്ളവരെ ഉപയോഗിച്ചാണ് മൊസാദ് ഓപ്പറേഷൻ നടത്തിയതെന്ന വിവരവും അതിനിടെ പുറത്തുവരുന്നു.